മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് ആഹ്ലാദ പ്രകടനം നടത്തി. NDA കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത്. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ചാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത്. NDA കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആഹ്ലാദ പ്രകടനം. മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണകുമാർ രാംദാസ് ഉദ്ഘാടനം ചെയ്തു. 48,775 വോട്ടുകൾ മേടിച്ചുകൊണ്ട് ആലപ്പുഴ പാർലമെന്റിൽ കായംകുളം മണ്ഡലം ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുകയാണ്. നാളിതുവരെയുള്ള ഇലക്ഷനകത്ത് അത് അസംബ്ലി ആയിക്കോട്ടെ, പാർലമെന്റ് ആയിക്കോട്ടെ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, NDAക്ക് ഇത്ര വലിയൊരു മുന്നേറ്റം ഇത് തുടങ്ങിയിട്ട് കായംകുളം മണ്ഡലത്തിൽ ഏകദേശത്തോളം കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതലാണ് ഈ മുന്നേറ്റം തുടങ്ങിയത്. ശ്രീ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായിട്ട് ആലപ്പുഴ പാർലമെന്റിൽ വന്നപ്പോൾ തുടങ്ങിയ ഒരു മുന്നേറ്റമല്ല, ആ മുന്നേറ്റത്തിനൊരു ഊർജം ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇവിടെ ഇലക്ഷന് വന്നപ്പോൾ ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കായംകുളത്ത് ആലപ്പുഴ പാർലമെന്റിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ്. 20 പാർലമെന്റ് മണ്ഡലത്തിലും NDA പ്രഖ്യാപിച്ചപ്പോഴും ആലപ്പുഴ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് മുന്നേറ്റം നടത്തുന്ന ഒരു പാർലമെന്റ് മണ്ഡലത്തില് കിട്ടാവുന്ന ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥാനാർത്ഥി ഇവിടെ തന്നെ ലഭിച്ചു. കൂട്ടിയിട്ട കരിയിലയ്ക്ക് തീ കൊളുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും നേതാക്കന്മാർക്ക് കായംകുളത്ത്. പ്രണവം ശ്രീകുമാർ, പാറയിൽ രാധാകൃഷ്ണൻ, പാലോമുറ്റത്ത് വിജയകുമാർ, മഠത്തിൽ ബിജു, അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ സദാശിവൻ, കണ്ടല്ലൂർ സുധീർ, അഡ്വക്കേറ്റ് നിഷ, രമേശ് KG നായർ, ശിവാനന്ദൻ, PS ബേബി, രമേശ് കൊച്ചുമുറി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.